ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കിഡ്സിന്റെ സ്പെഷ്യലുമായിട്ട് തന്നെയാണ്. പൊട്ടറ്റോ ചീസ് ബോൾ. ഇതൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. മക്കൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. എൻ്റെ വീഡിയോസിലെല്ലാതും അധികം കിഡ്സ് സ്പെഷ്യൽ തന്നെയാണ് വരാറുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസും ഞാനിവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് റിവ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരുടെ റിവ്യൂസ് കമൻസും എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ഉരുളക്കിഴങ്ങ്, ചീസ്, ക്യാപ്സിക്കം, ഉണക്കമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മൈദപ്പൊടി, ഉപ്പ്, എണ്ണ, ബ്രെഡ് ക്രംസ്, ഇത്രയുമാണ് ഇതിന് ആവശ്യം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത്, ജിഞ്ചി ഗാർലിക് പേസ്റ്റ്, ഉണക്കമുളക് പൊടിച്ചത്, മല്ലിച്ചപ്പ്, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണോളം ബ്രെഡ് ക്രംസ്, ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരു 3 ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഈ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്നങ്ങ് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈ പൊട്ടറ്റോ കുഴച്ച് വെച്ചത് നമുക്ക് ഇങ്ങനെ ഉരുളകളായിട്ട് കയ്യിലെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻട്രലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഇതാ ഇതുപോലെ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് 1 ടീസ്പൂൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഉരുട്ടിയെടുക്കാം. ഇതാ ഇതുപോലെ തന്നെ. ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ചീസ് വെച്ചിട്ട് മടക്കുമ്പോൾ പൊട്ടിപ്പോവരുത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഒരു കട്ടിയിൽ തന്നെയാണ് ഇത് എടുക്കേണ്ടത്. ഇനി ഇതാ ഇതുപോലെ ഇതൊന്ന് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മാവും ബ്രെഡ് ക്രംസും കൂടെ ഇവിടെ എടുത്ത് വെക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് മൈദ മാവിലും കൂടെ ഒന്ന് ഇതേപോലെ വീണ്ടും ഒന്ന് ഉരുട്ടിയെടുക്കാം. വീണ്ടും ഒരു ഡബിൾ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്നും കൂടെ ഇത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 പ്രാവശ്യം ബ്രെഡ് ക്രംസിലും 1 പ്രാവശ്യം മൈദമാവിൽ മുക്കിയെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റി ഡിഷാണ് കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, അതിലൊരു സംശയമല്ല. നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വെറൈറ്റി ആവും ചെയ്യും. നമുക്കും അത്ര പണിയൊന്നും ഇല്ലല്ലോ, ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇതാ ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ചീസ് ബോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ അറിയിക്കണം.
ഇതാ കണ്ടോ, ഇത് പൊട്ടിക്കുമ്പോൾ അതിനുള്ളിൽ ചീസ് ഇങ്ങനെ ഇതാ ഇതുപോലെ നിൽക്കുന്നതായിരിക്കും. ഇത് കാണുമ്പോൾ മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മിനിസ് വേൾഡ്. അസ്സലാമു അലൈക്കും.